ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം. റാങ്ക് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒറ്റ കേസ് സ്റ്റാറ്റിക്കകത്ത് വരുന്നുള്ളൂ, റാങ്ക് കോറിലേഷൻ അല്ലേ. സോ നമ്മളോട് ഇവിടെ റാങ്ക് കോറിലേഷൻ ആണ് കാണാൻ പറഞ്ഞത്. ഏതാ റാങ്ക് കോറിലേഷൻ? സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ ആണല്ലോ. സോ നമുക്കിവിടെ സാധാരണ ഡാറ്റ അവർ തരാറുണ്ട്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡിഫറൻസസ് ഓഫ് റാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് സിഗ്മ ടി സ്ക്വയറിന്റെ വാല്യൂ ഒക്കെ ഡയറക്റ്റ് തരാറുണ്ട്. സോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് കിട്ടും? ഡാറ്റ തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കണം അല്ലേ. സോ അവർ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ബോട്ടണിയുടെ റാങ്ക് തന്നിട്ടുണ്ട്, കെമിസ്ട്രിയിൽ മാർക്ക് കിട്ടിയതിൻ്റെ റാങ്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇക്വേഷൻ എന്താ? R ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 അല്ലേ. ഇതാണല്ലോ സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ കാണാനുള്ള ഫോർമുല. അപ്പം നമുക്കിവിടെ എന്തൊക്കെ കിട്ടണം? എന്നും സിഗ്മ ഡി സ്ക്വയർ അല്ലേ. അപ്പം നമുക്ക് അറിയുന്ന വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെ. R ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ എൻ്റെ കയ്യിലില്ല, n എനിക്കറിയാം അല്ലേ. 1 2 3 4 5. അപ്പോൾ ഇവിടെ എന്ത് വരും? 5 ഇൻറ്റു 5 സ്ക്വയർ മൈനസ് 1 ദാറ്റ് ഈസ് 5 സ്ക്വയർ 25 മൈനസ് 1 24 വരും. ഇനി ആരെ കിട്ടണം? സിഗ്മ ഡി സ്ക്വയർ കിട്ടണം. സിഗ്മ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡിഫറൻസസ് ഓഫ് റാങ്ക്. റാങ്കുകളുടെ ഡിഫറൻസിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മ്. ഡയറക്റ്റ് കാൽക്കുലേറ്റർ എടുക്കുക. കാരണം ഓൾറെഡി അവർ നമുക്ക് തന്നത് എന്താ? റാങ്കുകളാണ്. അപ്പോൾ കാൽക്കുലേറ്റർ എടുക്കുക. ഞാൻ ആദ്യം പറയാം, എന്നിട്ട് എഴുതി തരാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, കാൽക്കുലേറ്റർ എടുക്കുക, ഡിഫറൻസിന്റെ റാങ്ക് കാണുക. ദാറ്റ് ഈസ് ആദ്യത്തെ ഡിഫറൻസ് എടുത്തോ കേട്ടോ. ആദ്യത്തെ ഡിഫറൻസ് എന്ത് തരുക? 1 മൈനസ് 2. സോ ദാറ്റ് ഈസ് 1 മൈനസ് 2 ഇൻറ്റു എം പ്ലസ് 1 മൈനസ് 2 ഡി ഇൻറ്റു എം പ്ലസ് സ്ക്വയർ. മെമ്മറിയിൽ കയറി. അടുത്തത് 2 മൈനസ്. ഓക്കെ, സോ ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ആദ്യം നമ്മൾ ചെയ്തത് എന്താ? ശരിക്കും ശ്രദ്ധിച്ചോണേ. ആദ്യം നമ്മൾ ചെയ്തത് എന്താ? 1 മൈനസ് 2. ഓക്കെ ആണല്ലോ. ഓക്കെ, 1 മൈനസ് 2 ഇൻറ്റു എം പ്ലസ്. അപ്പോൾ 1 മൈനസ് 2 ഡി ഡിഫറൻസിന്റെ സ്ക്വയർ മെമ്മറിക്കകത്ത് കയറി. അടുത്തതോ 2 മൈനസ് 3 ഇൻറ്റു എം പ്ലസ്. അടുത്തതോ 3 മൈനസ് 1 ഇൻറ്റു എം പ്ലസ്. അടുത്തതോ 4 മൈനസ് 5 ഇൻറ്റു എം പ്ലസ്. അടുത്തതോ 5 മൈനസ് 4 ഇൻറ്റു എം പ്ലസ്. ഇതൊക്കെ ഇവിടെ കയറിപ്പോയി, മെമ്മറിക്കകത്ത് കയറിപ്പോയി. സോ MRC അടിച്ചാൽ മതി. MRC അടിക്കുമ്പോൾ എനിക്ക് 8 കിട്ടും. ഓക്കെ, സോ ഇനി കാൽക്കുലേറ്റർ എടുക്കുക. ഒരൊറ്റ സ്റ്റെപ്പ്. 6 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 5 ഡിവൈഡഡ് ബൈ എനിക്കറിയാം 5 സ്ക്വയർ 25 മൈനസ് 1 24 ഈക്വൽ ടു എടുക്കുമ്പോൾ 0.4 കിട്ടും. സോ മൈനസ് 1 കൊടുത്തു ഞാൻ ജസ്റ്റ്. അപ്പോൾ എനിക്ക് കിട്ടും 0.6. സോ R ഈക്വൽ ടു 0.6. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടി അല്ലേ. R ഈക്വൽ ടു 0.6. സോ ഈ സിഗ്മ ഡി സ്ക്വയർ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ള കാൽക്കുലേറ്ററിന്റെ സ്റ്റെപ്പ് വേണമെങ്കിൽ ഞാൻ അവിടെ എഴുതി തരാം. സിഗ്മ ഡി സ്ക്വയർ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ. ഓക്കെ, ദാറ്റ് ഈസ് 1 മൈനസ് 2 ഇൻറ്റു എം പ്ലസ് 2 മൈനസ് 3 ഇൻറ്റു എം പ്ലസ് 3 മൈനസ് 1 ഇൻറ്റു എം പ്ലസ് 4 മൈനസ് 5 ഇൻറ്റു എം പ്ലസ് 5 മൈനസ് 4 ഇൻറ്റു എം പ്ലസ്. ആൻഡ് അറ്റ് ലാസ്റ്റ് MRC അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ ആണല്ലോ. സോ കാൽക്കുലേറ്ററിൽ നേരിട്ട് ചെയ്ത് പഠിക്കുക. ശരിക്കും ടെക്സ്റ്റ് ബുക്കിനകത്ത് അങ്ങനെ എന്നല്ല പറയുന്നത്. ഡി എന്ന് പറയുന്ന ഒരു കോളം, ഡി സ്ക്വയർ എന്ന് പറയുന്ന ഒരു കോളം, അതിൻ്റെ സമയം എടുക്കും. സോ ഫാസ്റ്റാക്കി ചെയ്യാം. ഓക്കെ.